മാത്യു സാമുവൽ. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ തന്നെ വിറപ്പിച്ച തെഹൽക്ക ന്യൂസ് മാഗസിന്റെ മാനേജിംഗ് എഡിറ്ററായി സേവനമനുഷ്ഠിച്ച പത്തനാപുരം സ്വദേശി. തെഹൽക്ക സ്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ മാസ്റ്റർ ബ്രെയിൻ. KP യോഹന്നാൻ എന്ന ആത്മീയ വ്യാപാരിയുടെ തട്ടിപ്പുകൾ പുറത്തുകൊണ്ടുവന്ന സാമൂഹ്യ പ്രവർത്തകൻ. പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും മുമ്പിൽ തലകുനിക്കാത്ത ഉറച്ച വ്യക്തിത്വത്തിന്റെ ഉടമ. ഇന്ത്യൻ മാധ്യമ പ്രവർത്തന രംഗത്തെ അതികായൻ മാത്യു സാമുവലുമായി ജോർജ് മൂലച്ചാലിൽ നടത്തിയ അഭിമുഖം. ആത്മീയ വ്യാപാരത്തിന്റെ കാണാപ്പുറങ്ങൾ. നമസ്കാരം സർ. ആദ്യമായിട്ട് നമുക്ക് KP യോഹന്നാൻ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു KP യോഹന്നാൻ്റെ ആത്മീയയാത്രയായിട്ട് ബന്ധപ്പെട്ടുള്ള കള്ളക്കച്ചവടങ്ങളും പണം വെളുപ്പിക്കലുകളും. ഇത് പുറത്താക്കുന്നതിൽ പൊടുത്തിച്ച ആളെന്ന നിലയിൽ അതേപ്പറ്റി അതെങ്ങനെ സാധിച്ചു എന്ന് പറയാമോ? ഈ KP യോഹന്നാൻ്റെ ആത്മീയയാത്ര എന്ന് പറയുന്ന അയാളുടെ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. KP യോഹന്നാൻ്റെ ശരിക്കുള്ള സംഘടനയുടെ പേരെന്ന് പറയുന്നത് ഗോസ്പൽ ഫോർ ഏഷ്യയാണ്. ഇയാൾ ഏകദേശം 40ഓളം വർഷമായിട്ട് അമേരിക്കയിലും കാരണം അമേരിക്കയിൽ ഇയാളൊരു പെൻഡക്കോസ്റ്റ് സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററായിരുന്നു ഇയാൾ. അപ്പം ഈ ബേസിക്കലി KP യോഹന്നാൻ്റെ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്നും പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷനുണ്ട്. ഇയാൾ ചെറുപ്പത്തിൽ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യും. അപ്പം അതിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന ഈ ജർമ്മൻകാരിയായ അമേരിക്കൻ സ്വദേശിയാണ് ജസൈൽ, അയാളുടെ ഭാര്യ. ഇവരൊരുമിച്ച് ജോലിയൊക്കെ അങ്ങനെ ഇവർ കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥ ചരിത്രം. അപ്പം അമേരിക്കയിൽ നിന്ന് ഇവിടെ തിരിച്ചു വന്നിട്ടാണ് ഈ ആത്മീയയാത്ര തുടങ്ങി. അതിനുശേഷം ഈ പറയുന്ന ഈ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന സംഭവം. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തുടക്കകാലത്തിൽ ഈ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന ഈ ബൈബിൾ സെമിനാരി തിരുവല്ലയിൽ ഇത് വലിയ സംഭവമായിരുന്നു. വളരെ പ്രൊഫഷണലായിട്ട് നടന്ന ഒരു ഓർഗനൈസേഷനായിരുന്നു. അപ്പം ഈ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ഒരു കാലത്ത് ലോകം മുഴുവനും ഉണ്ട്. അറിയപ്പെടുന്ന മിഷണറിമാരുമാണ്. അതാണ് വലിയ രസം. കാരണം ആ ഒരു പുള്ളിയുടെ ആ വർക്കിൻ്റെ മെറിറ്റ് കൊണ്ടാണ് പുള്ളിക്ക് മുമ്പോട്ട് ചലിക്കാൻ സാധിച്ചത്. ഇതിനുശേഷം ഇയാളുടെ കള്ളത്തരങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന കഴിഞ്ഞ 15-20 കൊല്ലം കൊണ്ടാണ്. മുഴുവനും കള്ളത്തരം. കാരണം സ്ഥലം വാങ്ങുക, ലാൻഡ് ബാങ്ക് വാങ്ങുക, അത് കഴിഞ്ഞ് അമേരിക്കയിൽ കേസുണ്ടാവുക. അതിനുശേഷം ബേസിക്കലി ഇയാളുടെ കൂടെ 15 കൊല്ലം ജോലി ചെയ്ത ഒരു ജിം ആൻഡ്രൂ, അയാളാണ് ഡൽഹിയിൽ വന്ന് എന്നോട് പറയുന്നത്. കാരണം അയാളുടെ സ്വത്തും എല്ലാം കൂടെ വിട്ട് ഭാര്യയും ഭർത്താവും ഈ ഗോസ്പൽ ഫോർ ഏഷ്യക്ക് വർക്ക് ചെയ്യുക. ഇയാൾ ഇവിടെ കൊണ്ടുവരുന്ന പണം എന്ത് ചെയ്യുക ഒന്നറിയണം. അവിടെ കേസാവുന്ന അതിനു വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ച സംഭവമാണ്. അപ്പോൾ ഞാനത് പ്രൊഫഷണൽ ഫീസ് മേടിച്ചു 10 ലക്ഷം രൂപ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സമയം എടുത്തേ ചെയ്യത്തുള്ളൂ, പക്ഷെ ഞാനിത് അറിഞ്ഞു തരും. അപ്പം അങ്ങനെ തുടങ്ങിയ സംഭവത്തിലാണ് ഇയാൾ ഈ പറയുന്ന കണക്കുകൾ മുഴുവനും കള്ളവാണ്. ഇയാൾ ഈ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുഴുവനും 2009 ക്രിസ്ത്യാനികളാവുക മുഴുവനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന സംഘപരിവാർ RSS ഇങ്ങനെ മേളം ഉണ്ടാക്കുന്നത്, കൺവേർഷൻ നടക്കുന്നു. ഇയാൾ അമേരിക്ക വെച്ച് അടിച്ചേക്കോ ഇത്. യഥാർത്ഥ സത്യം നമുക്കറിയാം. ഇത് ബേസിക്കലി ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്കും ഏറ്റവും പേരുദോഷം ഉണ്ടാക്കിയ മനുഷ്യനാണ് ഇയാൾ. തീർച്ചയായിട്ടും. രണ്ടാമത് അമേരിക്കയിലോട്ട് ഇപ്പോൾ ഒരൊറ്റ ബന്ധുക്കോസ് തന്നെ കയറ്റുന്നില്ല പണമൊന്നും പറഞ്ഞു. കാരണം ഇയാൾ ഈ കള്ളത്തിന് അമേരിക്ക മുഴുവൻ അറിഞ്ഞു. അപ്പം ഇയാൾ പിന്നാണ് ഇയാൾ കള്ളത്തരവും കപടതയും ഈ പെന്തക്കോസ് ചർച്ച പെട്ടെന്നൊരു ബിലീവേഴ്സ് ചർച്ച ആകുന്നു. ആ ചർച്ച ഓർത്തഡോക്സ് ചർച്ച ആകാൻ ശ്രമിക്കുന്നു, ഈസ്റ്റ് ആകുന്നു, പിന്നെ വെസ്റ്റ് ആകുന്നു, പിന്നെ നോർത്ത് ആകുന്നു. ഇയാൾക്ക് തന്നെ അറിഞ്ഞില്ല ഇയാൾ ഏത് ചർച്ചിലാണ്. പണ്ടുണ്ടായിരുന്നു കുറച്ച് പാസ്റ്റർമാരുണ്ടായിരുന്നു, ഇവരെ എല്ലാം പിടിച്ച് കുപ്പായ ഇടിയിപ്പിച്ചു. അപ്പം അന്ന് തിരുവല്ലയിലുണ്ടായിരുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, സാബു ഉടുക്കള റാന്നിക്കാരൻ.
അപ്പൊ എൻ്റെ ഒരു പഴയ സുഹൃത്ത് അപ്പൊ എന്നോട് പറഞ്ഞു, നീ അതിന്റെ അടുത്തൂടെ ഒന്നും പോവല്ലേ, അയാളെ നിന്നെ പിടിച്ച് ബിഷപ്പാക്കി കളയാം. സോ ഒരു എത്തിക്സും ഇല്ലാത്തൊരു മനുഷ്യൻ. അപ്പൊ ഈ മനുഷ്യനെ എക്സ്പോസ് ചെയ്യാൻ സമയം കിട്ടിയപ്പോ അന്ന് ഞാൻ ഈ സ്റ്റോറി ചെയ്ത അന്ന് ഈ മലയാളത്തിൽ ഒരു പത്രങ്ങളും ആർക്കും, കാരണം എല്ലാവർക്കും ഇയാൾ പരസ്യം കൊടുക്കുന്നുണ്ട്, കാരണം ഈ ഒരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്കതറിയാം ഇത് ഇയാളുടെ കടിഞ്ഞാടിടുന്ന സംഭവമാണ്. കാരണം അമേരിക്ക അതിന്റെ പേരിലാണ് ഇയാൾക്കെതിരെ കേസ് വിധിക്കുന്നത്. കാരണം അപ്പോഴാണ് അമേരിക്കക്കാർ മനസ്സിലാക്കുന്നത് ഇയാൾ പൈസ എല്ലാം വെട്ടിച്ചേക്കുവാണ്. അവിടെ കുറച്ച് കോടികൾ നഷ്ടപരിഹാരം കൊടുത്ത്. അതെ, 240 കോടി രൂപ നഷ്ടപരിഹാരം. ഇയാള് കോർട്ടിൽ തോറ്റുപോയി. നഷ്ടപരിഹാരം ഇനി അടുത്ത കാനഡ കേസ് വരുക. കാനഡയിലും അതേപോലെ കേസുണ്ട്. അടുത്ത ഓസ്ട്രേലിയ കേസ് വരാൻ പോവാ. അവിടെയുണ്ട്. സൗത്ത് ആഫ്രിക്ക അടുത്ത കേസ് വരാൻ പോവാ. അപ്പൊ ഇയാളുടെ വെട്ടിയിൽ അവിടുന്ന് ഒരുത്തിന് ചീട്ടുകൊട്ടാരം പോലെ പൊളിയുക എന്ന് പറയുന്നില്ലയോ? നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടോ കേരളത്തിൽ ഇത്രയും പണം? 6,000 കോടി. മനസ്സിലായി? ഇതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾക്ക് കേരളത്തിൽ എവിടെ ലാൻഡ്? ഇന്ത്യയിൽ ഇയാൾ മുഴുവൻ ലാൻഡ് മേടിച്ചിട്ടേക്കുക. ഡൽഹിയില് ഈ ഗുഡ്ഗാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ 36 ഏക്കർ മെയിൻ ഏരിയയില്. ബോംബെയില് 120 ഏക്കർ, ന്യൂതാന് പൻവേലില്, ലക്നൌവില് 40 ഏക്കർ. മുഴുവൻ ഞാൻ ഡീറ്റെയിൽസ് എടുത്തു. ഈ ഡീറ്റെയിൽസ് ഒന്നും കേരളത്തിന് ഇതുവരെ അറിയത്തില്ലായിരുന്നു. ഈ അന്ന് ഞാൻ എടുത്ത് അമേരിക്ക കൊടുത്തപ്പോഴാണ് ഇയാളെ പിടിക്കുന്നത്. ഇയാളെ തപ്പി ഞാൻ ടെക്സാസിൽ പോയി. ഇയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇയാളുടെ പുറകിലാണ്. കാരണം ഇയാളെ പിടിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഓർഗനൈസേഷനിലെ സാറ് കയറി പറ്റിയാണ് ഈ പ്രവർത്തനം നടത്തിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, കറക്റ്റായിട്ട്. ഞാനിപ്പം ഓരോ എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന അണ്ടർ കവർ ഓപ്പറേഷൻസ് ആണ്. കവീറ്റ് ഓപ്പറേഷൻ. നിങ്ങളൊരു എക്സ് എയർഫോഴ്സ് ആയതുകൊണ്ട് അറിയാതിരിക്കാം എന്താണ് ഈ കവീറ്റ് ഓപ്പറേഷൻ നടത്തുന്നതെന്ന്. അപ്പൊ ഈ ഇങ്ങനെയുള്ളൊരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അന്ന് ഇവർക്കൊരു മീഡിയ കൺസൾട്ടന്റിനെ വേണമെന്നും പറഞ്ഞു. അങ്ങനെ വേറൊരു അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആദ്യം ഇവർക്ക് ഒരു സംശയമായി. ഞാൻ 2 ലക്ഷം രൂപ മാസം, ഞാൻ പറഞ്ഞു മാസത്തിൽ 2 പ്രാവശ്യം വരത്തുള്ളൂ, 2 ലക്ഷം. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ 1.5 ലക്ഷം രൂപയ്ക്ക് നെഗോഷിയേറ്റ് ചെയ്യുന്നു. 1,35,000 TDS കഴിഞ്ഞ് തരുമെന്ന് പറയുന്നു. ഇത് സംഭവം അന്ന് ഒരു പ്രശസ്തനായ ഒരു പ്രഗത്ഭനായ അന്ന് ഇവരുടെ ഒരു അടുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവ് ഇത് കഴിഞ്ഞവൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ, ഈ മാത്യു എന്ന് പറഞ്ഞവൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ 1.25 ലക്ഷം രൂപയ്ക്ക് വന്ന് ജോലി ചെയ്യുമെന്ന്. നിങ്ങൾ ഇത് ഇവർക്ക് പല പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ പർപ്പസ്, കാരണം ഞാൻ അവർക്ക് പറഞ്ഞു ഞാനിത് ചെയ്തു വരും, ഞാനത് പൂർണ്ണമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു. അത് അവരവിടെ കൊടുക്കുന്നു, ഇയാളെ എക്സ്പോസ് ആക്കുന്നു. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി എവിടുന്നാണ് ഇത്? ബേസിക്കലി അത് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ക്രിസ്ത്യാനികൾക്കും അപമാനമായില്ലേ? തീർച്ചയായിട്ടും. ഇതിനിടയ്ക്ക് ഈ സാറ് റിപ്പോർട്ട് കൊടുക്കുമെന്ന് കേട്ടപ്പോൾ സാറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആ സാർ ഒരു 10 കോടി രൂപയോ മറ്റോ ഓഫർ ചെയ്തു. അവിടെ അമേരിക്കയിൽ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും നല്ല വീട് വാങ്ങി അവിടെ സെറ്റിൽ ചെയ്യിക്കാവുന്നതൊക്കെ ഓഫർ ഉണ്ടായെന്ന് കേട്ടു. കറക്റ്റ്. കാരണം ഈ സംഭവം ഇയാൾക്ക് മനസ്സിലായി ഞാനാണ് പുറകിൽ. അപ്പൊ ഞാനൊരു ഇമെയിൽ അയക്കണം, ആ കൊടുത്ത ആൾക്ക് ഞാൻ എഴുതിയേക്കുന്നത് തെറ്റാണ്. ഒറ്റ ഇമെയിൽ അയച്ചാൽ മതി. അതിന് എനിക്ക് ഇപ്പം എൻ്റെ വീട്ടിൽ ഓഫറുമായിട്ട് എത്തുക ഡൽഹിയിൽ. ഇത്ര കോടി രൂപ അമേരിക്ക. ഡൽഹിയിലാണ് ഞാൻ സമയം ഡൽഹിയിൽ. ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇല്ലെന്നുണ്ടെങ്കിൽ സാർ എങ്ങനെ രക്ഷപ്പെട്ടെന്ന്. അമേരിക്കയിലായിരുന്നെങ്കിലേ അല്ല, ഞാൻ അത് കഴിഞ്ഞ് അമേരിക്ക പോയല്ലോ. അത് കഴിഞ്ഞ് ഈ പറയുന്ന ജിമ്മും ഒക്കെയാണ് എന്നെ അമേരിക്ക കൊണ്ടുപോകുന്നത്. അവരെനിക്കൊരു ഡിന്നറൊക്കെ തന്നു. ഇത്രയും കാര്യം അവരുടെ പഴയ GFIയിൽ വർക്ക് ചെയ്തവര് എനിക്ക് അവിടെ ഒരു JW മാരിയോട്ട് ഹോട്ടലിൽ ഒരു വലിയ ഡിന്നർ തന്നു. കാരണം അവർക്ക് ഇത്രയും ഞാൻ കാരണം ഈ സംഭവം പറഞ്ഞു ഇതൊന്നുമില്ല, ഞങ്ങൾ അറിയത്തില്ലായിരുന്നു ഇതെന്തോ നടക്കുന്നതെന്ന്. ഭയങ്കര എക്സ്പോസറായി പോയി. കാരണം ഇത്രയും നാൾ അവർ ചതിക്കപ്പെടുമായിരുന്നു, എത്രയോ വർഷങ്ങളായിട്ട്. അത് കഴിഞ്ഞ് എത്രയോ പേര് ഇവരെ വിട്ടങ്ങ് പോയി. എത്രയോ പേര് പള്ളികളിൽ പോയി. ഇവര് എനിക്കറിയത്തില്ല ജോസാൻ അത് അറിയാവുന്ന, ഇവര് പള്ളികളിൽ പോയിട്ട് ഒരു ഓഫറിംഗ് ഉണ്ട്, പെന്തക്കോസ്റ്റ് ഇന്നത്തെ ഓഫറിംഗ് KP യോഹന്നാൻ, ജോസഫ് ഫൊറേഷ്യ എന്നും പറഞ്ഞു ഒരു പ്രാവശ്യത്തെ ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസി 1.5 കോടി രൂപയാണ് ഒരാഴ്ചത്തെ. കാരണം അമേരിക്കൻസ് ആർ വെരി റിച്ച്.
ഭയങ്കര റിച്ച് അല്ലയോ? അപ്പൊ അങ്ങനെ ഓരോ സ്പോൺസർഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ 79,000 പിള്ളേരെ എടുത്ത് വളർത്തുന്നു. അതിന്റെ യഥാർത്ഥത്തിൽ 10,000 പോലും ഇല്ല. ഓരോ കുട്ടിക്കും ഓരോരുത്തരെ വെച്ച് സ്പോൺസറാണ്. അപ്പൊ ഈ പണമാണ് ഈ അടിച്ചു മാറ്റി വെച്ചേക്കുന്നേ. ഇതാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. ചെറുപള്ളി എസ്റ്റേറ്റും എല്ലാം ഈ രീതിയിൽ വാങ്ങിയെടുത്തതാണ്. അല്ല എന്തുവാ, ഇന്ത്യയെ പറ്റി വളരെ മോശമായിട്ട് കാണിക്കുന്നു. അതെ അതെ. എന്നിട്ട് ആ പട്ടിണി അവിടെ പോയി മാർക്കറ്റ് ചെയ്യുന്നു. ആ മാർക്കറ്റ് ചെയ്യുന്ന പൈസ എല്ലാം ഇയാൾ അടിച്ചു മാറ്റുന്നു. അപ്പൊ ഇതൊരു ഭയങ്കര വഞ്ചനയല്ലയോ? വലിയൊരു വഞ്ചന. എത്രയോ വർഷം കൊണ്ട് വഞ്ചിക്കുമല്ലയോ? അതല്ലേ ഇയാളെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ആർക്ക് വേണ്ടി ചെയ്ത്? അയാളും അയാളുടെ കുടുംബത്തിനും വേണ്ടി. ഇത്രയും പണം എന്തിനാ ഒരാക്ക? അത് ചാരിറ്റിയുടെ ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത് കെ പി യോഹന്നാനാ. ഇത് ആർക്ക് വേണ്ടിയാ? അതിൻ്റെ അകത്തെ പേര് ദോഷം ആർക്കാ? ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെല്ലാം കയറി വന്നു. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പം കഴിഞ്ഞ 2018 എറണാകുളം വഞ്ചി സ്ക്വയറിലൊരു കന്യാസ്ത്രീ സമരം നടന്നു. അങ്ങേക്ക് അറിയാതെ അത് കേരളം മുഴുവൻ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ആൾക്കാർ അവിടെ വരികയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടായി. അതായത് ചുരുക്കത്തിൽ ഈ കന്യാസ്ത്രീകൾ നേരിടുന്ന ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതേപ്പറ്റിയുള്ള അങ്ങയുടെ ഒരു വിലയിരുത്തൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു രസകരമായൊരു കഥ പറയാം. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് യുദ്ധമെല്ലാം ജയിച്ചു കഴിഞ്ഞിട്ട് പോപ്പിനെ കാണാൻ പോകുന്നു. അപ്പോൾ പോപ്പിനെ കാണാൻ പോയപ്പം പോപ്പിനോട് പറഞ്ഞു, ഞാൻ ലോകമെല്ലാം തോൽപ്പിച്ചു, ഇനി ഞാൻ ഈ സഭ നശിപ്പിക്കാൻ പോവാണ്. കേട്ടുണ്ടേ കഥ? ഇല്ല. പോപ്പ് അങ്ങ് ചിരിച്ചു. വീണ്ടും പറഞ്ഞു, ഞാൻ ഈ സഭ നശിപ്പിക്കാൻ പോവുകയാണ്. വീണ്ടും പോപ്പ് ചിരിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു പോപ്പ് തിരിച്ചു ചോദിച്ചു, ഇത്രയും നാൾ ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും വിചാരിച്ചിട്ട് സഭ നശിച്ചില്ല, പിന്നെ അതൊന്നും നീ നശിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു രസകരമായ കഥയുണ്ട്. ബേസിക്കലി കാത്തലിക് സഭയ്ക്കകത്ത് ഈ പറയുന്ന ഈ ഒരു റിഫോംസിന്റെ ആവശ്യമുണ്ട്. അത് ഇപ്പോഴത്തെ പോപ്പും പറയുന്നുണ്ട്. കാരണം ഈ ബിഷപ്പ് ഫ്രാങ്കോയുടെ ഇഷ്യൂ, ഈ ബിഷപ്പ് ഫ്രാങ്കോയെ ഒരു കാരണവശാലും സഭ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഏറ്റവും മഠയത്തരവും മണ്ടത്തരവുമാണ് സഭ ഇത് കാണിച്ചത്. അതേപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ 4 അച്ഛന്മാര് ബേസിക്കലി ഓർത്തഡോക്സ് സഭയിലെയും കാത്തലിക് സഭയിലെയൊക്കെ കുംഭസാരം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. അതല്ലേ അങ്ങനെയല്ലേ പറയുന്നത്? കാരണം അപ്പം ഈ കുംഭസാരിക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ അതിൻ്റെ അടുത്ത് 4 അച്ഛന്മാര് വാട്സപ്പിൽ കൂടെ അതറിഞ്ഞിട്ട് പോലും മിണ്ടാതിരുന്ന കോട്ടയത്തെ ബാവ, ഇയാൾ ഏത് മനുഷ്യനാ? ഇയാളേത് മനുഷ്യനാണെന്നാ ഞാൻ. കാരണം ഇത്രയും പുള്ളിക്ക് അറിഞ്ഞിട്ടും ഇവര് പറഞ്ഞിട്ടും പുള്ളി ആക്ഷൻ എടുക്കുന്നില്ല. ബേസിക്കലി നമ്മളൊക്കെ വിചാരിച്ചേക്കുന്ന ക്രിസ്ത്യാനിറ്റി എന്താ? ക്രിസ്ത്യാനിറ്റിക്കകത്ത് കുറച്ച് മൂല്യങ്ങളുണ്ട്. അതാണ് സഭാ മേലധ്യക്ഷന്മാരെ അച്ഛന്മാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നത്. കാരണം റിഫോംസ് ഉണ്ട്, കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, അതിന് നിലപാടുണ്ട്. അതേപോലെ ബിഷപ്പ് ഫ്രാങ്കോയുടെ ഇഷ്യൂ, സിസ്റ്റർ ലൂസിയുടെ ഇഷ്യൂ എന്തോ ഇഷ്യൂവാ? ഇത്രയും പ്രകോപനമാകേണ്ട ആവശ്യം എന്തുവാ? അതൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ള സംഭവം പറഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാവത്തില്ല. സഭയുടെ മുഖം ഇപ്പോഴും തന്നെ. ഞാൻ ചോദിക്കട്ടെ, സ്റ്റാൻ സാമയുടെ ഇഷ്യൂ ഇന്ത്യയിൽ എല്ലാവരും ആ അറസ്റ്റിനെതിരെ എതിർത്തല്ലോ. കാരണം കാത്തലിക് സഭയുടെ കോൺട്രിബ്യൂഷന് ഇത് റിയാലിറ്റിയാണ്. ബിഷപ്പ് ഫ്രാങ്കോയുടെ ഇഷ്യൂ വന്നപ്പോൾ ഇന്ത്യൻ മീഡിയ എല്ലാവരും അയാൾ എതിർത്തു. അത് ചെയ്യരുത്, അയാൾ പുറത്താക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സഭ എടുക്കുന്നില്ല? ഇതാണ് പറയുന്നത്. കാത്തലിക് സഭ എന്ന് പറയുന്നത്, ഈ കാത്തലിക് സഭ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതുപോലെ സ്ട്രക്ചറൈസ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലോകത്ത് ഏതുണ്ട്? അപ്പൊ ആ സഭയ്ക്കകത്ത് ഇന്നും ആ വിശ്വാസം നിലനിർത്തി പോകണമെന്ന് റീസ്ട്രക്ചർ ചെയ്യണം. പണ്ടത്തെ ഒരു വിശ്വാസിയല്ല ഇന്നത്തെ വിശ്വാസി. പണ്ടത്തെ വിശ്വാസി കാത്തലിക് ബൈബിളാണ്, ഇന്നത്തെ വിശ്വാസി ഡിജിറ്റൽ ബിലീവറാണ്.
നീ പറഞ്ഞത് മാത്രം ഞാൻ കേൾക്കുന്നില്ല, എനിക്ക് കൂടെ അറിയണമെന്ന് പറഞ്ഞ് അവൻ വായിക്കുന്നവനാ. അപ്പൊ അതൊരു റിഫോംസും റീസ്ട്രക്ചറും കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ് ഈ സഭയിൽ. ഈ സഭയെന്നല്ല, എല്ലാ സഭയിലും. ഈ കുമ്പസാരം എടുത്ത് കളയണം എന്ന് പറയുന്ന ഒരുത്തിനെ എൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഈ ദുരൂഹ മരണങ്ങൾ ഈ കന്യാസ്ത്രീ മഠങ്ങളിൽ ഒരു നിത്യസംഭവമാണ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തടുത്ത് ദുരൂഹ മരണങ്ങൾ സംഭവിക്കുന്നു. കിണറ്റിൽ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് പറയുന്നു, ഇല്ലെങ്കിൽ മറ്റു തരത്തിൽ മരിച്ചു കാണപ്പെടുന്നു. ഇത് എന്നിട്ട് ഒരിക്കലും ഇത് തെളിയപ്പെടുന്നുമില്ല. ഇതൊരു വലിയൊരു പ്രഹേളികയായിട്ട് കേരള സമൂഹത്തെ അലട്ടുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് അങ്ങയുടെ അതിനെ പറ്റിയുള്ളൊരു? ഈ ബേസിക്കലി സഭയും അതിന്റെ സ്ട്രക്ചറും ഭയങ്കര പവർഫുള്ളാണ്. ആര് ഭരിച്ചാലും അവർക്കറിയാം അവരെങ്ങനെ സ്വാധീനിക്കണമെന്ന്. അതാണ് സഭയുടെ സ്ട്രക്ചർ. ശരിക്കും സ്റ്റഡി ചെയ്തോ മനസ്സിലാകും. ഇന്നും അഭയ കേസ് എവിടെ എത്തിയില്ല, ഇന്നും ഇത് ട്രയലെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു, ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവമുണ്ട്. എനിക്ക് കേരളത്തിലെ ഈ സഭയുടെ വലിയ സംഭവം എന്ന് പറയുന്നത്, എനിക്ക് ഈ ഛത്തീസ്ഗഡ്, ഒറീസ, ജാർഖണ്ഡ്, ഈ നോർത്ത് ഈസ്റ്റ്, അവിടെയൊക്കെ ഈ സഭയുടെ അച്ഛന്മാർ ഭയങ്കര സേവന താല്പര്യവും 24 മണിക്കൂർ ഫീൽഡിലാണ് ഇവർ. 24 മണിക്കൂർ ഫീൽഡില്ല. ഇപ്പം ട്രൈബ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും എല്ലാം. പക്ഷെ കേരളത്തിൽ നേരെ തിരിച്ച. അപ്പം അവിടുത്തെ അച്ഛന്മാർ തന്നെ എന്നോട് പറഞ്ഞിട്ട് ഇവിടെ അച്ഛന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. എന്നോട് വളരെ സീനിയർ ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റിലൊരു അച്ഛൻ പറഞ്ഞതായത്, ഈ കന്യാസ്ത്രീകൾ നേരിടുന്ന വലിയൊരു വിഷയം അവർ ഭരിക്കപ്പെടുന്നത് കാനോൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ പൗരത്വമുള്ള ഒരു കന്യാസ്ത്രീക്ക് അല്ലെ കന്യാസ്ത്രീകൾക്ക് എന്തുകൊണ്ട് ആ പൗരത്വത്തിന് അർഹതപ്പെട്ട ഒരു നിയമസംരക്ഷണം ഇവിടെ കൊടുക്കുന്നില്ല? ഇല്ലാത്തിടത്തോളം കാലം ഇത് ഇന്ത്യൻ പൗരത്വത്തിന്റെ നിഷേധമല്ലേ? മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ത്യനൈസ്ഡ് ക്രിസ്ത്യൻ ആണ്. അതെ, നമ്മൾ ഇറ്റാലിയൻ ക്രിസ്ത്യൻസ് അല്ല. കാരണം നമ്മുടെ സഭ ഇന്ത്യനൈസ്ഡ് ആണ്, നമ്മുടെ സഭ വിദേശ സഭയല്ല. അപ്പം ഈ പറയുന്ന നിയമങ്ങൾ ഇന്ത്യൻ നിയമത്തിൽ കൊണ്ടുവരണം. ഇതാണ് ഞങ്ങൾ ചർച്ച് ആക്ട് എന്ന് പറഞ്ഞ ആ ഒരു ആവശ്യത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. ചർച്ച് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ വിദേശ നിയമം പറഞ്ഞല്ലോ, കാനോൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും. അതനുസരിച്ച് ഓരോ രൂപതാമെത്രാനും ഇന്ന് ഒരു നാട്ടുരാജ്യത്തിന്റെ കുട്ടിരാജാവാണ്. ബാക്കി മുഴുവൻ ആൾക്കാരും കുടിയാന്മാരാണ്. അപ്പം പൗരോഹിത്യത്തിന്റെ അടിമകളായിട്ടാണ് ഇന്ന് വിശ്വാസ സമൂഹം തുടരുന്നത്. അതാണ് ഈ അവസ്ഥയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ കാനോൻ നിയമം ഇല്ലാതാവണം. കാനോൻ നിയമം ഇല്ലാതാക്കിയിട്ട് ഇന്ത്യൻ നിയമം വരട്ടെ. അതെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച ആക്ട് എന്നുള്ള ഒരു ആശയം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്, അല്ലെ വേറെ വഴിയൊന്നുമില്ല. അതാണ് ഈ ചർച്ച ആക്ട് വേണം ഇവിടെ. ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കുന്നത് ഈ ധ്യാന കേന്ദ്രങ്ങൾ, അവിടെ നടക്കുന്ന തട്ടിപ്പുകൾ, അതിക്രമങ്ങൾ, എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തളങ്ങളിൽ ഉള്ള പീഡനങ്ങളും ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിൽ അങ്ങൊരു, അതുപോലെ ഹവാല ഇടപാടുകൾ, ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ അങ്ങ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള പല കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ മേഖലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്? എൻ്റെ ഒരു സ്റ്റഡിയാണ്. നമ്മളെല്ലാം പറയുന്നു കേരളത്തിൽ നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, സത്യമാണ്. പക്ഷേ ഇതുപോലെ ആത്മീയ വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലം എവിടെയാണ്? കാണുകയില്ല, ലോകത്തിൽ പോലും കാണത്തില്ല. ഈ ധ്യാന കേന്ദ്രം ഇപ്പം ഒരാൾ പോയി മദ്യപാനം നിർത്താൻ അവൻ രക്ഷപ്പെട്ടാൽ നല്ലത്. ബാക്കി അവിടെ നടക്കുന്ന ഈ അസുഖം മാറുക, ക്യാൻസർ മാറുക, ഇതൊക്കെ പക്ക തട്ടിപ്പാ. ബേസിക്കലി കൗൺസിലിംഗാണ് നടക്കുന്നത്. ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി ക്യാൻസർ മാറി അത് മാറി എന്ന് പറഞ്ഞവൻ 2 മാസം കഴിയുമ്പോൾ ചത്തുപോകും, മെഡിസിനും എടുക്കത്തില്ല. എത്രയോ സംഭവങ്ങളുണ്ട്. അതാ പറയുന്നത്, ഇത് ഭയങ്കര തട്ടിപ്പാ. ഇതിനെതിരെ ആൾക്കാർ പറയുമോ? പറയത്തില്ല. കാരണം പത്രങ്ങളിൽ വരുന്ന ഈ ധ്യാന കേന്ദ്രത്തിന്റെ വലിയ പരസ്യങ്ങളാണ്. TV തുറന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ രാവിലെ മുതൽ എല്ലാ ചാനലിലും. അത് കേരളത്തിലാണ്. എൻ്റെ അമ്മയ്ക്ക് രാവിലെ ഇത് കാണാൻ ഉറക്കം വരത്തില്ല. അത് ഈ പറയുന്ന എല്ലാവരുടെയും എടുത്തുകൊണ്ടിരിക്കുക.
ഇത് വെട്ടിപ്പഞ്ച് പകൽ കൊള്ളയാ നടക്കുന്നത്. ഈ പാവം പിടിച്ച ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പറഞ്ഞ് അന്ധമായിട്ട് വിശ്വസിപ്പിച്ച് ഒരു മറ്റെന്താ ഈ ചേർത്തലയ്ക്ക് എടുത്ത ഒരാളുണ്ട്, എന്തോ തട്ടിപ്പാട് നടത്തുന്നത്. ഒരു ദിവസം കൊണ്ട് പരിശുദ്ധനായി. യേശു ക്രിസ്തുവിനേക്കാളും കൂടുതൽ അയാളെ വിശ്വസിക്കുന്നത്. അന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സത്യം നാണക്കേടാ. ഈ പോട്ട ധ്യാന കേന്ദ്രത്തില് ഏറ്റവും വലിയ ഭയങ്കര സംഭവം അല്ലേ മറ്റേ ജോർജ് പനക്കലച്ചൻ വെള്ളം കയറാൻ നേരത്തെ പറഞ്ഞില്ലേ അത്യാവശ്യമായിട്ട് ഓടിയോ ഇവിടെ സാധനത്തില്ല. പുള്ളി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നല്ലോ. പുള്ളിയല്ലേ അവിടെ പുള്ളി ഭയങ്കര അത്ഭുതം കാണിക്കുമല്ലയോ. ആ വീഡിയോ ഉണ്ടല്ലയോ? കണ്ടു. ട്രോള് വന്നൊരു സംഭവമാണ്. പുള്ളി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇതൊക്കെ സ്വയമേ എക്സ്പോസ് ആയി പോവുക. ഇത്രയും സമയം നിരവധി കാര്യങ്ങൾ ഞങ്ങളോട് ആശയവിനിമയം നടത്താൻ സന്നദ്ധത കാണിച്ചതിൽ, ക്ഷമ കാണിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.